ഈ പുഴയും കടന്നിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുജാത ബഹളമുണ്ടാക്കിയതിൽ സങ്കടപ്പെട്ട് കരഞ്ഞിരിക്കുകയായിരുന്ന ഗംഗയെ ഒരു സർപ്രൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് വിനീത് താഴോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. അവിടെ ബേബിച്ചേട്ടൻ ഒരു കാറിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. ബേബിച്ചേട്ടനോട് കാറിൽ നിന്ന് മാറാൻ പറഞ്ഞ് ഗംഗ വണ്ടി കാണട്ടെ എന്ന് പറയുന്നുണ്ട് വിനീത്. ഗംഗയുടെ ഇഷ്ടമാണല്ലോ പ്രധാനം, കണ്ടോളൂ എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് മാറി നിൽക്കുമ്പോഴേക്കും ഗംഗ ആ വണ്ടി സന്തോഷത്തോടെ നോക്കുകയാ. വിനീതും ബേബിച്ചേട്ടനോടായി, ബേബിച്ചേട്ടാ അപ്പൊ കാര്യങ്ങളൊക്കെ എങ്ങനെയാ? ബേബിച്ചേട്ടന്റെ അഭിപ്രായം കൂടി കേട്ടിട്ടേ ഞാനൊരു അന്തിമ തീരുമാനം എടുക്കുകയുള്ളൂ എന്നവൻ പറയേ, ഒരു കുഴപ്പവുമില്ലടാ, ധൈര്യമായിട്ടെടുക്കാം. അല്ലെങ്കിൽ ഞാൻ ഇത് കാണിച്ചു തരോ? ആരോഗ്യവകുപ്പിലെ സതീശൻ സാർ മേടിച്ച കാറാ. 1987 സാർ ഇത് മേടിക്കുമ്പോ പുതുപുത്തനായിരുന്നു. സാറിന്റെ വീട്ടിലെ പച്ചക്കറി മേടിക്കാൻ സർക്കാർ വണ്ടിയാ ഓടണേ. പിന്നെ ഇവൻ എന്താ പണി? ഇവൻ ആ വീടിന്റെ പോർച്ചിൽ ഓട്ടമില്ലാതെ ഇങ്ങനെ കിടക്കില്ലായിരുന്നോ? അതല്ലേ സതീശൻ സാറിനോട് പറഞ്ഞ് ഇവനെ ഞാൻ പൊക്കിയെടുത്തോണ്ട് വന്നത് എന്ന് ബേബിച്ചേട്ടൻ പറയേ. അപ്പൊ ഇത് ഓടൂലേ എന്ന് സെലിമിക്കയും ചോദിക്കുക. ഓടാതെ പിന്നെ ഞാൻ തലയിലെടുത്തോണ്ട് പോരോ എന്ന് ബേബിച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. താനല്ലേ ഇപ്പൊ പറഞ്ഞത് പൊക്കിക്കൊണ്ട് വന്നതാണെന്ന് എന്ന് സെലിമിക്കയും ചോദിക്കേ. നിങ്ങൾ ഇങ്ങനെ വഴക്കിട്ട് സമയം കളയല്ലേ, നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ തീർത്ത് പോവാനുള്ളതാണെന്ന് വിനീതും പറയുന്നുണ്ട്. വീണ്ടും ബേബിച്ചേട്ടനും സലീമിക്കയും അതിനെ ചൊല്ലി വഴക്കിടാൻ തുടങ്ങുകയാ. ഗംഗയും സന്തോഷത്തോടു കൂടി ആ കാർ നോക്കി നിൽക്കേ. അപ്പോൾ ബേബിച്ചേട്ടാ, ഞങ്ങൾ ഈ കാർ ഇങ്ങെടുക്കുക. കാർ കുറച്ച് പഴയതാണെങ്കിലും വില കുറച്ച് കൂടുതലാണെങ്കിലും എന്റെ ഗംഗയ്ക്ക് കാർ ഇഷ്ടമായെന്ന് വിനീത് പറയുന്നത് കേൾക്കെ ഗംഗവനെ സ്നേഹത്തോടെ നോക്കുകയാണ്. പണമല്ല, എന്റെ ഗംഗയുടെ ഇഷ്ടം, അതാണ് പ്രധാനം എന്നവൻ അവളോടായി പറയേ. അവളും സന്തോഷത്തോടെ അവനെ നോക്കി പുഞ്ചിരിക്കുകയാ. അവൻ സന്തോഷത്തോടു കൂടി ഗംഗയും കൊണ്ട് കാറിൽ കയറുകയാ. അപ്പോ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് എങ്ങോട്ടാ ഗംഗ എന്ന് വിനീത് ചോദിക്കേ. നമുക്കാദ്യം മലകൾ കെട്ടിയ ഈ കോട്ട ഭേദിക്കാം വിനീതേട്ടാ, നമുക്കങ്ങ് പറക്കാം എന്നവൾ പറയേ. ഗംഗയുടെ ഇഷ്ടം എന്നവൻ പറയുന്നത് കേൾക്കെ പ്രണയത്തോടെ അവനെ തന്നെ നോക്കിയിരിപ്പാ ഗംഗയും. വിനീതും അവള് പ്രണയത്തോടെ ഒന്ന് നോക്കിക്കൊണ്ട് കാർ എടുക്കുമ്പോഴേക്കും ബേബിച്ചേട്ടനും സലീമിക്കയും കൈവീശി കാണിക്കുന്നതെല്ലാം ഭാവനയിൽ കണ്ടു നിൽപ്പാ ഗംഗയും. വിനീത് ഗംഗയെന്ന് വിളിക്കുമ്പോഴേക്കും അവളും തന്റെ ചിന്തയിൽ നിന്ന് ഞെട്ടിയുണരുകയാണ്. ഗംഗയ്ക്ക് കാർ ഇഷ്ടപ്പെട്ടോ എന്ന് വിനീത് ചോദിക്കേ. ഓ എന്നവളും. ഗംഗയ്ക്ക് കാർ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഞാൻ ആ സർപ്രൈസ് പൊളിക്കാൻ പോവുക എന്ന് വിനീത് പറയേ. അങ്ങോട്ട് കൊടുക്കടാ എന്ന് ബേബിച്ചേട്ടനും. പണത്തിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സതീശേട്ടന്റെ ഈ കാറ് എന്ന് വിനീത് പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും വാങ്ങിച്ചെന്ന് പറ വിനീതേ എന്ന് സെലീമിക്കയും വിളിച്ചു പറയുന്നുണ്ട്. അത് കേൾക്കെ ഗംഗയും ഒരു ചിരിയോടെ നിൽക്കെ. വാങ്ങിച്ചോ? ആര് എന്ന് ബേബിച്ചേട്ടൻ. സതീശൻ സാറിന്റെ ഈ കാറ് ട്രിവാൻഡ്രം ട്രിപ്പിനായി ഞാൻ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഗംഗയ്ക്കുള്ള സർപ്രൈസ് എന്നവൻ പറയുന്നത് കേൾക്കെ ഗംഗയും ആകെ വല്ലാതാവുകയാണ്. ബേബിച്ചേട്ടനും പറയുന്നുണ്ട്, കുറിഞ്ഞുമലയിലേക്ക് KSRTCയിൽ പോവാനിരുന്ന ഇവരെ ഞാനല്ലേ റൂട്ട് മാറ്റി പറഞ്ഞു തിരിച്ചതെന്ന്. ഓ, അതിനായിരുന്നു ഈ ബിൽഡപ്പ് എന്ന് സെലിമിക്ക ചോദിക്കേ. അല്ലാതെ പിന്നെ കാറൊക്കെ വാങ്ങിക്കാൻ എന്നെ കൊണ്ട് പറ്റുമോ സെലിമിക്ക? പെട്രോളിന് വില ഇപ്പോ 111 രൂപയാ. ഒരു ബൈക്ക് കൊണ്ട് നടക്കുന്നതിന്റെ പാട് തന്നെ എനിക്കറിയാം എന്ന് വിനീത് പറയുന്നത് കേട്ട് ഗംഗയും തന്റെ സ്വപ്നത്തെക്കുറിച്ച് ഓർക്കുകയായിരുന്നു. എന്നാലും വിനീതെ, തിരുവനന്തപുരം പോലുള്ള വലിയ സ്ഥലത്ത് പോകുമ്പോ നീ എന്നെ ഒഴിവാക്കി കളഞ്ഞില്ലടാ എന്ന് സെലിമിക്ക ചോദിക്കേ. ആര് പറഞ്ഞു സെലിമിക്കയെ ഒഴിവാക്കിയെന്ന്? നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ പോകുന്നത്, അതിനല്ലേ കടകൂടി വരാൻ പറഞ്ഞത് എന്ന് വിനീത് പറയുന്നത് കേൾക്കേ ടെൻഷനോടെ അവരെ തന്നെ നോക്കി നിൽപ്പാ ഗംഗയും. സെലിമിക്കയും സന്തോഷത്തോടെ ആണോടെ മോനെ, എനിക്കറിയാം നീ എന്നെ ഒഴിവാക്കില്ലെന്ന് എന്ന് സെലിമിക്ക പറയേ. സെലിമിക്കയും നമ്മുടെ കൂടെ പോരുന്നുണ്ട് കേട്ടോ, ഗംഗയ്ക്കുള്ള അടുത്ത സർപ്രൈസ് എന്ന് വിനീത് പറയേ. ഇനി വേറെന്തെങ്കിലും സർപ്രൈസ് ഉണ്ടോ എന്ന് ഗംഗ ചോദിക്കുക. ഒന്നുകൂടിയുണ്ട്, ബേബിച്ചേട്ടനും നമ്മുടെ കൂടെ വരും. ബേബിച്ചേട്ടനാ കാറൊക്കെ ഏർപ്പാടാക്കിയതേ എന്ന് വിനീത് സന്തോഷത്തോടെ പറയേ. ഗംഗയും വല്ലായ്മയോടെ ബേബിച്ചേട്ടൻ അന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയ കാര്യം ഓർമ്മിക്കുക. ഞങ്ങളുടെ വിനീത് എന്തെങ്കിലും കടുങ്കൈ ചെയ്താ പിന്നെയും നീ ജീവിക്കും, പക്ഷേ ഭംഗിയുള്ള ഈ മുഖം ഉണ്ടാവില്ല. ഇത് വെച്ചല്ലേ നിന്നെ പോലുള്ള പെൺകുട്ടികളെ, പാവപ്പെട്ട ആണുങ്ങളെ ഇല്ലാതാക്കുന്നത് എന്ന് പറഞ്ഞതോർക്കെ അവൾ പരിഭ്രമത്തോടെ ബേബിച്ചേട്ടനെ നോക്കുമ്പോഴേക്കും പേടിക്കണ്ട, അഭിലാമലയിൽ ധ്യാനത്തിന് പോയി നന്നായി, ഇതേ സർട്ടിഫിക്കറ്റും ഉണ്ട് എന്ന് പറഞ്ഞ് തന്റെ കഴുത്തിൽ കിടക്കുന്ന മാലെടുത്ത് കാണിച്ചു കൊടുക്കുക. ഒരു കാറ് തിരുവനന്തപുരം വരെ പോയി തിരിച്ചു വരുന്നതല്ലേ, ഇവരെ കൂട്ടുന്നതും ഒരു സന്തോഷമാ അല്ലേ ഗംഗ എന്ന് വിനീത് ചോദിക്കേ. ഗംഗയും അത് വിനീതേട്ടാ, എന്നാലേ നമുക്ക് അച്ഛമ്മയും കൂടി കൊണ്ടുപോവായിരുന്നു എന്ന് ഗംഗ കൊള്ളിച്ചു പറയുന്നുണ്ട്. അയ്യോ, അത് പറ്റില്ല ഗംഗേ, ഡ്രൈവർക്ക് ഇരിക്കാൻ സ്ഥലം വേണ്ടേ? സ്വന്തം ഡ്രൈവറെ അല്ലാതെ വേറെ ആരെയും ഡ്രൈവറായി തൊടാൻ സതീശേട്ടൻ സമ്മതിക്കില്ല എന്നവൻ പറയുന്നത് കേൾക്ക് ഗംഗയും കാറിലിരിക്കുന്ന ഡ്രൈവറെ ഒന്ന് നോക്കുകയാ. അപ്പൊ നമുക്ക് പോയാലെന്ന് ബേബിച്ചേട്ടൻ ചോദിക്കേ. താനാണോടോ ഫ്രണ്ടിൽ ഇരിക്കുന്നത് എന്ന് സെലിമിക്ക ചോദിക്കുന്നുണ്ട്. ബേബിച്ചേട്ടൻ ഇരുന്നോട്ടെ, ബേബിച്ചേട്ടനാണെങ്കിലേ ട്രെയിനൊക്കെ കണ്ടിട്ടുണ്ട്, വഴിയൊക്കെ അറിയുന്ന ഒരാൾ മുന്നിലിരുന്നില്ലെങ്കിൽ തിരുവനന്തപുരത്ത് എത്താൻ പറ്റിയില്ലെങ്കിലോ വിനീത് ചോദിക്കേ. അതെന്താ, തിരുവനന്തപുരം ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ എന്ന് സെലിമിക്കയും ചോദിക്കുക. അത് കേട്ട് ബേബിച്ചേട്ടൻ ദേഷ്യത്തോടെ അവന് നേരെ ചെല്ലാൻ തുടങ്ങുമ്പോഴേക്കും വിനീത് സെലിമിക്കയെ പിടിച്ച് കാറിന്റെ പുറകിലേക്ക് കയറ്റുകയാണ്. ബേബിച്ചേട്ടനും മുൻ സീറ്റിലേക്ക് കയറുമ്പോഴേക്കും കാറിലേക്ക് കയറുന്ന വിനീതും ഗംഗയോട് കയറാനായി പറയുന്നുണ്ട്.
അവർ കാറിലേക്ക് കയറുമ്പോഴേക്കും സെലീമിക്കയും ബേബിച്ചേട്ടനും വീണ്ടും വഴക്ക് തുടരുന്നതിനിടയിൽ കാറും എടുത്ത് പോകുന്നുണ്ട്. അവിടെ മൊബൈലിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽപ്പായിരുന്നു ശിവരാജൻ. അപ്പോഴാണ് രഘുനാഥ് അങ്ങോട്ട് വരുന്നത്. ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും കൊടുത്തോ, പക്ഷേ ഇടയ്ക്ക് നിൽക്കുന്ന ഈ പാവം ശിവരാജനെ മറന്നു കളയല്ലേ എന്നൊക്കെ ശിവരാജൻ മൊബൈലിലൂടെ പറഞ്ഞു തരുമ്പോഴേക്കും അങ്ങോട്ട് വന്ന രഘുനാഥിനെ കണ്ട് ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. അത് കണ്ട് രഘുനാഥും സംസാരിച്ചോളൂ, ഞാൻ കാരണം നിർത്തിക്കളയണ്ട എന്ന് പറയേ ഇല്ലച്ചാ അത്യാവശ്യമൊന്നുമില്ല ഇരിക്കച്ചാ എന്ന് ശിവരാജൻ പറയേ രഘുനാഥും അങ്ങോട്ടിരിക്കുക. ശിവരാജനും പറയുന്നുണ്ട്, അല്ല അച്ഛനെ ഇവിടം വരെ വന്നും ബുദ്ധിമുട്ടേണ്ടിയിരുന്നില്ല, അച്ഛനൊന്ന് റിങ്ങു ചെയ്താൽ പോരായിരുന്നോ, ഞാൻ മുകളിലോട്ട് കയറി വരത്തില്ലായിരുന്നു എന്ന് ചോദിക്കേ വിളിച്ചപ്പോഴൊക്കെ ഇയാൾ വലിയ ബിസിയാ, പിന്നെ ഒരുപാട് തിരക്കുള്ള ആളല്ലേ ശിവ, എനിക്കാണേൽ തിരക്കൊട്ടുമില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങു പോന്നു, കുറിഞ്ഞിക്കാട്ടെ നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച ഫയലൊന്ന് കാണണമായിരുന്നു എന്ന് രഘുനാഥ് പറയേ. കുറിഞ്ഞിക്കാട്ടെ ഭൂമിയോ, അതെന്തിനാ അച്ഛ ഇപ്പോ എന്ന് ശിവരാജൻ ചോദിക്കുന്നുണ്ട്. തനിക്ക് ചില സംശയങ്ങളുണ്ടെന്നും അതൊന്ന് പരിശോധിക്കാനാണെന്നും രഘുനാഥ് പറയേ. എന്ത് സംശയമെന്ന് ശിവരാജനും ചോദിക്കുന്നുണ്ട്. അവിടെ ആദിവാസി ക്ഷേത്രത്തോട് ചേർന്ന 5 ഏക്കർ ഭൂമിയില്ലേ, കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് അരവിന്ദൻ എന്നൊരു സാധു മനുഷ്യൻ എനിക്ക് അതിനുള്ള അഡ്വാൻസ് തന്നു. എന്റെ കയ്യിലേക്ക് വെച്ച് തന്ന ആ പച്ച നോട്ടുകൾക്ക് മണലരണ്യത്തിലെ അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഗന്ധമുണ്ടായിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ആ ഭൂമി കച്ചവടമായി പോയെന്ന് ശിവൻ എന്നോട് പറഞ്ഞു. ഇപ്പോ അരവിന്ദൻ എന്നെ വിളിച്ചിരുന്നു, ആ ഇടപാടിൽ എന്തോ കൃത്രിമം നടന്നുവെന്ന് പറഞ്ഞു എന്ന് രഘുനാഥ് പറയേ. അല്ല അരവിന്ദൻ വിളിച്ചോ എന്ന് അമ്പരപ്പോടെ ശിവരാജനും ചോദിക്കുക. അതെ എന്ന് അച്ഛൻ പറയേ. അല്ല അച്ഛനെ ആരോ കബളിപ്പിച്ചതാ, അരവിന്ദൻ ഒരിക്കലും വിളിക്കാൻ പോകുന്നില്ല എന്ന് വെപ്രാളത്തോടെ ശിവരാജനും പറയുകയാ. അരവിന്ദൻ ഒരിക്കലും വിളിക്കില്ലെന്ന് ശിവൻ എങ്ങനെ അറിയാം, അരവിന്ദൻ മരിച്ചുപോയി അല്ലേ എന്നച്ഛൻ ചോദിക്കുന്നവർക്ക് ശിവരാജനും ഒരു ഞെട്ടലോടെ നിൽപ്പാ. അയാളുടെ ഭാര്യയും 4 പെൺമക്കളും അനാഥരായി. അരവിന്ദനെ കൊന്ന് ആ കുടുംബത്തെ തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിട്ടത് ആരാ ശിവ? വിശദീകരണമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം, തമ്മിൽ സംസാരിച്ച് അധികം സമയം കളയണ്ട. സാമ്പത്തിക ഇടപാടുകൾ നടത്താൻ ഞാൻ തന്ന പവർ ഓഫ് അറ്റോർണിയും കമ്പനിയുടെ സ്ഥാനമാനങ്ങളുമെല്ലാം പിൻവലിക്കുകയാണ്. അതിന്റെ കാര്യകാരണങ്ങളൊന്നും എന്റെ മക്കളടക്കം ഈ വീട്ടിലുള്ള ആരും അറിയാൻ പാടില്ല. കുടുംബത്തിനും കമ്പനിക്കും മുന്നിൽ നീ തന്നെ എന്തെങ്കിലും കാരണങ്ങൾ കണ്ടെത്തണം എന്നച്ഛൻ തീർത്തു പറയേ. ശിവരാജനും അച്ഛന്റെ കാലിലേക്ക് വീണ് അച്ഛ തെറ്റ് പറ്റിപ്പോയച്ഛ, മാപ്പാക്കണം, ക്ഷമിക്കച്ഛ എന്ന് സങ്കടത്തോടെ അപേക്ഷിക്കുക. രഘുനാഥും ദേഷ്യത്തോടെ, ശിവ എന്റെ മകളുടെ ഭർത്താവിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല എന്റെ പ്രതികരണം. ചോദിക്കാനും പറയാനും ഒന്നും നിൽക്കാതെ ചെരുപ്പിനടിച്ച് പുറത്താക്കിയനെ. കുടുംബത്തിനുള്ളിൽ നമുക്ക് ഇത്തരം രംഗങ്ങളൊന്നും വേണ്ട. അതുകൊണ്ടാണ് അംബികയും നരയനും ഗായത്രിയും ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ നിന്നോട് സംസാരിച്ചത്. സംസാരിക്കേണ്ട കാര്യം പോലും ഇല്ല നിന്നോട്. ഇത് ഞാൻ കാട്ടുന്ന മാന്യതയാണെന്ന് കരുതിയാ മതി എന്നച്ഛൻ പറയുന്നുണ്ട്. രജനും സങ്കടത്തോടെ, അച്ഛ ഈ ഒരൊറ്റ തവണത്തേക്ക്, ഒരേ ഒരു തവണ ക്ഷമിക്കച്ച അച്ഛ, ഞാൻ ഇനി ആവർത്തിക്കില്ല അച്ഛ, ഒരു കൃത്രിമവും കാണിക്കത്തില്ല അച്ഛ എന്ന് ശിവരാജൻ അപേക്ഷിക്കുന്നുണ്ട്. ഒറ്റ തവണത്തേക്ക് കൊലപാതകമോ? നടക്കില്ല ശിവ, എന്നെ കബളിപ്പിച്ച് സ്വന്തമാക്കിയതാണെങ്കിലും ചോര പറ്റിയ പണമാ നിന്റെ പോക്കറ്റിൽ കിടക്കുന്നത്. തലമുറകളിലേക്ക് പടരുന്ന ചോര. പാപത്തിന്റെ ശമ്പളം വാങ്ങാൻ ഇനിയും ഈ തറവാടിന് ത്രാണിയില്ല ശിവ, നീ ഒഴിവായി പോ. ഗായത്രിയുടെ ഭർത്താവ് എന്ന നിലയിൽ ശേഷിക്കുന്ന കാലം നിനക്കിവിടെ സുഖമായി കഴിയാം എന്നച്ഛൻ പറയേ. ശിവരാജൻ വീണ്ടും, അച്ഛാ പ്ലീസ് അച്ഛാ, ഒറ്റ തവണ, ഒരേ ഒരു തവണ മാപ്പാക്കണം അച്ഛാ എന്ന് ശിവരാജൻ കൈകൂപ്പി അപേക്ഷിക്കേ. അവന്റെ കൈ തട്ടിമാറ്റി, മാപ്പില്ല ശിവ, മരണം വരെ എന്ന് തീർത്തു പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാ. അദ്ദേഹം റൂമിന് പുറത്തെത്തുമ്പോഴേക്കും നെഞ്ചുവേദന വന്ന് നിലത്തേക്ക് വീഴുകയാ. ആ കാഴ്ച കണ്ട് ശിവരാജനും അങ്ങോട്ട് ഓടി വന്ന് അദ്ദേഹത്തെ താങ്ങി എഴുന്നേൽപ്പിച്ച്, അച്ഛാ എന്തു പറ്റി അച്ഛാ, എഴുന്നേൽക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ച് തന്റെ ബെഡിൽ കൊണ്ടിരുത്തുകയാ. എന്തു പറ്റിയച്ചാ എന്ന് ശിവരാജൻ ചോദിക്കേ. ഒന്നുമില്ല എന്ന് തളർച്ചയോടെ രഘുനാഥും പറയുകയാ. അച്ഛാ ഇപ്പോ അച്ഛൻ ആശ്വാസമുണ്ടോ എന്നവൻ ചോദിക്കേ. അദ്ദേഹവും വെപ്രാളത്തോടെ നാവിലേക്ക് ചൂണ്ടിക്കാണിക്കുകയാ. അച്ഛൻ എന്താ വേണ്ടത്? നാക്കിനടിയിൽ വെക്കാനുള്ള ടാബ്ലറ്റ് ആണോ? അയ്യോ അച്ഛ, അതങ്ങ് തീർന്നു പോയല്ലോ. ഗായത്രി എന്റെ അടുത്ത് വാങ്ങണമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ ഞാൻ അതങ്ങ് മറന്നു. പിന്നെ വേറെ ചില ടാബ്ലറ്റ് ഒക്കെ ഗായത്രി എന്റെ കയ്യിൽ തന്നായിരുന്നു, പക്ഷേ അതവിടെ വെച്ചോന്ന് ഞാൻ അങ്ങ് മറന്നു. അച്ഛൻ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഭഗവാനെ ഇവൻ എന്നോട് ചതിയാണല്ലോ കാണിക്കുന്നതെന്ന്. പക്ഷേ താൻ എന്താടോ എന്നോട് ചെയ്തത്? ചതിയല്ലേ? തന്റെ മോടെ ഭർത്താവ് ഉദ്യോഗവും വഹിച്ച് പെൻഷനും ഗ്രാറ്റുവിറ്റിയും വാങ്ങിയിരിക്കാൻ സർക്കാർ ജോലിക്ക് അപേക്ഷിച്ചു വന്നതല്ല ഈ ശിവരാജൻ ഇവിടെ. മരണം വരെ ശിവരാജന് മാപ്പില്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയല്ലോ. അതെ, തന്റെ നാവിൽ ഗുളികം കയറിയതാ. ആ നാവിന്റെ അടിയിലോട്ട് ഗുളിക വെച്ച് തന്നാലേ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ദൈവങ്ങളോട് ചെയ്യുന്ന നന്ദികേടല്ലേ രഘുനാഥൻ സാറേ എന്ന് ശിവരാജൻ പറയുമ്പോഴേക്കും രഘുനാഥിന്റെ മൊബൈൽ റിങ് ചെയ്യുക. ശിവരാജൻ അത് പെട്ടെന്ന് എടുത്തു നോക്കി. ഗായത്രിയാ, രഘുനാഥൻ സാറിന്റെ മോള് എന്ന് പറഞ്ഞ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും, ഹലോ അച്ഛാ, ടാബ്ലറ്റ് കഴിച്ചിരുന്നോ എന്ന് ഗായത്രി ചോദിക്കുന്നുണ്ട്. കഴിച്ചല്ലോ ഗായത്രി,
എന്ന് ശിവരാജൻ സ്നേഹത്തോടെ പറയേ, ആഹാ ശിവേട്ടനോ, ഇതെന്താ അച്ഛന്റെ ഫോണില് എന്നവൾ ചോദിക്കുന്നുണ്ട്. അച്ഛന് മരുന്ന് കൊടുക്കാൻ വന്നതാ. മരുന്നൊക്കെ കഴിച്ചിട്ട് അച്ഛൻ വാഷ്റൂമിലോട്ടൊന്ന് പോവണമെന്ന് പറഞ്ഞു. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യുക എന്ന് ശിവരാജൻ പറയുമ്പോഴും രഘുനാഥ് അവിടെ നെഞ്ചുവേദനയോടെ വെപ്രാളത്തോടെ ഇരിപ്പാ. നോക്കിക്കോണേ, ഞങ്ങൾ വന്നോണ്ടിരിക്കുക എന്ന് ഗായത്രി പറയേ, എല്ലാം കഴിഞ്ഞ് പതിയെ വന്നാ മതി, ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് ശിവരാജൻ പറയുന്നുണ്ട്. അമ്പലത്തിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ശിവേട്ടാ, വേറെ പ്രോഗ്രാം ഒന്നുമില്ലെന്ന് ഗായത്രി പറയേ. നിങ്ങളിപ്പോ എവിടെ എത്തിയെന്ന് ശിവരാജൻ ചോദിക്കുക. നന്ദിക്കുന്ന് എന്നവൾ പറയേ. എന്നാ ശരി വാ എന്ന് പറഞ്ഞ് ശിവരാജനും കോൾ കട്ട് ചെയ്യുക. പിന്നീട് അയാൾ രഘുനാഥിനോടായി, അമ്പലത്തിലെ പൂജ കഴിഞ്ഞ് ഭാര്യയും മോളും വരുന്നുണ്ടല്ലോ, അപ്പോഴേക്കും ഇവിടെ നട അടയ്ക്കുമല്ലോ ഭഗവാനെ, പോകുന്നതിന് മുമ്പ് താൻ ഇതൂടി അറിഞ്ഞിരിക്കണം രഘുനാഥൻ സാറേ, തന്നെ ശിവരാജനെ വെറുതെ പറഞ്ഞു വിടുന്നതല്ല എന്ന് പറഞ്ഞ് തന്റെ അറയിൽ നിന്നും നെഞ്ചുവേദനയുടെ ടാബ്ലറ്റ് എടുത്തു കാണിച്ച്, നെഞ്ചുവേദന വരുമ്പോ കഴിക്കുന്ന ടാബ്ലറ്റ് ഏതാണ്ട് ഇതേപോലെ ഇരിക്കോ എന്ന് ചോദിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട്, അപ്പോഴേ ശുഭയാത്ര രഘുനാഥ് സാറേ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുമ്പോഴാണ് തോളിലൊരു കൈ വന്ന് പതിയുന്നത്. ഒരു ഞെട്ടലോടെ ശിവരാജൻ നോക്കുമ്പോഴേക്കും നരയനായിരുന്നു അത്. ദേഷ്യത്തോടെ ശിവരാജന്റെ മുഖത്ത് ആഞ്ഞടിച്ച് കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി കഴുത്തിനിട്ട് കുത്തിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച്, എടാ മുത്തശ്ശനെ നീ എന്ന് ചോദിച്ച് വീണ്ടും കരണത്ത് ആഞ്ഞടിക്കുകയാണ്. അതിനിടയിൽ വെപ്രാളത്തോടെ ഇരിക്കുന്ന മുത്തശ്ശനെ കാണേ അവനും ശിവരാജന്റെ പിടിവിട്ട് നിലത്ത് വീണ് കിടക്കുന്ന ആ ടാബ്ലറ്റിൽ നിന്ന് ഒരെണ്ണം എടുത്ത് മുത്തശ്ശന് കൊടുക്കുമ്പോഴേക്കും അദ്ദേഹം അത് വെപ്രാളത്തോടെ വായിലേക്ക് ഇടുകയാ. മുത്തശ്ശൻ ഓക്കെ അല്ലേ എന്ന് നരയൻ ചോദിക്കേ. ഒരാശ്വാസത്തോടെ ഓക്കെയാ മോനെ എന്ന് മുത്തശ്ശനും വെപ്രാളത്തോടെ പറയുന്നുണ്ട്. അത് കേൾക്കെ നരയനും ദേഷ്യത്തോടെ നിലത്ത് വീണ് കിടക്കുന്ന ശിവരാജനെ ഒന്ന് നോക്കി അവന്റെ അരികിലേക്ക് ചെന്ന്, എന്താടാ കരുതിയത് മുത്തശ്ശനെ നീ എന്ന് പറഞ്ഞ് വീണ്ടും ശിവരാജനെ പൊതിരെ തല്ലാൻ തുടങ്ങുകയാ. വിട്ടേക്കടാ, ആരും ഒന്നും അറിയണ്ട എന്ന് തളർച്ചയോടെ മുത്തശ്ശൻ പറയേ. മുത്തശ്ശൻ ഇതിൽ ഇടപെടണ്ട എന്ന് മുത്തശ്ശന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ് നരയൻ ശിവരാജനെയും പിടിച്ചു വലിച്ച് പുറത്തേക്ക് പോവുകയാണ്. റൂമിന് പുറത്തെത്തുമ്പോഴേക്കും, എടാ നരയനെ എന്നോട് ക്ഷമിക്കുക, ചെറിയച്ഛനൊരു അബദ്ധം പറ്റിയതാണോ എന്നപേക്ഷിക്ക് എന്റെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റാതിരിക്കാൻ പ്രാർത്ഥിക്കുത്താൻ എന്ന് പറഞ്ഞ് ശിവരാജനെയും പിടിച്ചു വലിച്ച് സീറ്റൗട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും, എടാ നരനെ ആരെങ്കിലും കാണുവടാ എന്ന് ശിവരാജൻ വെപ്രാളത്തോടെ പറയുന്നുണ്ട്. ആരും ഒന്നും കണ്ടില്ലല്ലോ, കാണാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് നരൻ ശിവരാജനെ മുറ്റത്തേക്ക് പിടിച്ച് തള്ളുകയാ. എട മോനെ, നീ ശരിക്കും എന്നെ തെറ്റിദ്ധരിച്ചതാ. എട മോനെ, അച്ഛനെ കൊല്ലാൻ നോക്കുമോ ഞാൻ? എട മോനെ, ഞാൻ അച്ഛനെ ടാബ്ലറ്റ് കൊടുക്കാൻ തുടങ്ങുമായിരുന്നു, അതിനിടയിലാ മോൻ കയറി വന്നത് എന്ന് ശിവരാജൻ വിളിച്ചു പറയുന്നത് കേൾക്കെ ദേഷ്യത്തോടെ നരയനും അങ്ങോട്ട് ഇറങ്ങി വന്ന്, ഇറങ്ങിപ്പോടാ നായേ എന്ന് പറഞ്ഞ് ശിവരാജനെ വീണ്ടും പിടിച്ച് തള്ളുകയാ. ശിവരാജനും മുറ്റത്തേക്ക് തെന്നി വീഴുമ്പോഴേക്കും, ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത് കേട്ടോടാ എന്ന് പറയുമ്പോഴേക്കും ഗായത്രിയും മുത്തശ്ശിയും ഒരു കാറിൽ അങ്ങോട്ടെത്തുകയാ. ആ കാഴ്ച കണ്ട് അവർ അമ്പരപ്പൊടി നോക്കുമ്പോഴേക്കും നരയനും കലിയോടെ നിൽപ്പാ. ശിവരാജൻ അവരെ കണ്ട് എഴുന്നേൽക്കുമ്പോഴേക്കും, എന്താടാന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അമ്മേ, അവൻ ആ നരൻ എന്നെ തല്ലിയമ്മേ എന്ന് ശിവരാജൻ സങ്കടത്തോടെ പറയേ. എന്താ കാരണം എന്ന് മുത്തശ്ശി ചോദിക്കുക. അവൻ അങ്ങനെ കാരണം വല്ലതും വേണോ അമ്മേ? അവൻ ഓരോരുത്തരുടെ മുതുകത്ത് കയറാൻ മസിലും പെരിപ്പിച്ച് നടക്കുകയല്ലേ. ആ പെണ്ണിനെ കിട്ടാത്ത ഭ്രാന്ത് അവൻ ഇന്നും എന്റെ ദേഹത്താ തീർത്തത് എന്ന് ശിവരാജൻ പറയുന്നത് കേൾക്കെ നരയനും ദേഷ്യത്തോടെ നോക്കി നിൽപ്പാ.